വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വയനാടിന്റെ ഒരു ഭാവി, വയനാടിനെ സംബന്ധിച്ചുള്ള ഒരു ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. അത് സംബന്ധിച്ച് വയനാടുകാർക്ക് തന്നെ ചെറിയ ബോധ്യമുണ്ട്, പുറത്തുനിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്കും ഒക്കെ വലിയ ബോധ്യമുണ്ട്. ഒന്നാമത്തെ വിഷയം, വയനാടിന്റെ കാലാവസ്ഥ അതീവ ഗുരുതരമായി കുറെ കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരൾച്ച വന്നാൽ വലിയ വരൾച്ചയാണ്, മഴ വന്നാൽ വലിയ മഴയാണ്. അപ്പൊ അത്തരത്തിൽ കാലാവസ്ഥാ മാറ്റം അവിടുത്തെ ഒരു വലിയ യാഥാർത്ഥ്യം, എല്ലായിടത്തും യാഥാർത്ഥ്യമാണ്. പക്ഷേങ്കിൽ വയനാട് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒന്ന്. രണ്ടാമത്, ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, നമ്മൾ തന്നെ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു, അതായത് വ്യാപകമായ രീതിയിലാണ് നമ്മുടെ സ്വാഭാവിക വനങ്ങളും സ്വാഭാവിക മരങ്ങളും സ്വാഭാവിക സസ്യജാല വ്യവസ്ഥയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്താലും വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പിന്നെ പ്രൊഫഷണലായി വിഷയങ്ങളെ കാണുന്ന രാജ്യങ്ങൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മറ്റ് ആക്ടിവിറ്റി ചെയ്യും. നമ്മളിത് നശിപ്പിക്കുകയും ചെയ്യുന്നു, പകരം സൊല്യൂഷൻസും ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും ആ പ്രശ്നം വരുന്നു, അടുത്ത ഭാഗത്ത് വരുന്നു, പല പല ഭാഗങ്ങളിൽ വരുന്നു. തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിന്റെ ഏതൊരു ഭൂമിശാസ്ത്ര പ്രദേശമായാലും അതിനൊരു ലൈഫ് സൈക്കിളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്റ്റർബൻസ് കൂടുന്നതിനനുസരിച്ച് അതിനും മാറ്റം വരും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂമിയുടെ ഡൈനാമിക്സം കൊണ്ടും സൂര്യപ്രകാശം, സൂര്യന്റെ ചൂട്, ഭൂമിയുടെ കറക്കം, പിന്നെ ഇങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. കാറ്റ്, വെള്ളം, വായു എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഭൂമിക്കൊരു വ്യത്യാസം വരും. അത് ചിലപ്പോൾ 100 വർഷം, 500 വർഷം, 600 വർഷം, 1000 വർഷമൊക്കെ എടുക്കും. ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇടവേളയിൽ വരുന്നത് മനുഷ്യന്റെ കൂടെ ഇടപെടൽ കൂടി കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഒന്നാമത് നമ്മുടെ ഡിസ്റ്റർബൻസ് എങ്ങനെയാണ് പിന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനൊക്കെ ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ കെട്ടിട നിർമ്മാണ രീതികൾ തന്നെ വയനാടിന് പറ്റിയ കെട്ടിട നിർമ്മാണ രീതികളല്ല വയനാട് കൊണ്ടുപോകുന്നത്. ആളുകളോട് പറഞ്ഞിട്ട് ആളുകളൊന്നും കേൾക്കത്തില്ല. അവർക്ക് നിരന്ന സ്ഥലത്തുള്ള കെട്ടിട നിർമ്മാണ രീതികൾ തന്നെ അവിടെയും വേണം. അത് പ്രായോഗികമല്ല. അതുപോലെ തന്നെ പിന്നെ കൃഷി രീതികൾ, ഇതൊന്നും അവിടത്തേക്ക് പ്രായോഗികമല്ല. അപ്പൊ അപ്രായോഗികമായ അശാസ്ത്രീയമായ കാര്യങ്ങൾ മനുഷ്യന് വേണം എന്ന് പറയുകയും ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതെന്തെല്ലാം ചെയ്താലും കുറെ ദുരന്തങ്ങൾ വരും. അത് പ്രകൃതിയുടെ ഒരു ഡൈനാമിക്സ് ഉള്ളിടത്തോളം കാലം ദുരന്തങ്ങൾ വരും. പക്ഷേ അതിന്റെ ആഘാതം കുറയ്ക്കുവാനും മനുഷ്യർക്ക് ഗുണകരമായ രീതിയിൽ മുമ്പോട്ട് പോകുവാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വയനാട് ചുരത്തിന് പകരമായി ഇപ്പൊ തുരങ്കം വേണമെന്നുള്ള വാദമാണ് അവർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചിലരെങ്കിലും ഇതിന്റെ ഇടയിൽ കൂടി ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ തുരങ്കം വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ പ്രൊഫഷണലായിട്ടല്ല ഇതൊന്നും ചെയ്തു വെച്ചത്. റോഡ് നിർമ്മാണമായാലും മറ്റു കാര്യങ്ങളും പ്രൊഫഷണലായിട്ടല്ല ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് സാങ്കേതിക വിദ്യയുടെ വലിയ കുറവുണ്ട്. ഒന്നുകിൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ സാങ്കേതിക വിദ്യ നേടുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം വികസിപ്പിക്കുക. ഇത് രണ്ടും ഇല്ലാത്തൊരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ കൃഷി രീതിയിൽ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ കാർഷിക സർവകലാശാലയിൽ ഏതെങ്കിലും ഒരു വിത്ത് വികസിപ്പിച്ചാൽ കേരളത്തിൽ എല്ലായിടത്തേക്ക് ആ വിത്ത് കൊടുക്കും. അല്ലാതെ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ വിത്ത് ഏതാണ്, അവിടത്തേക്ക് അത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട മറ്റ് ഇടപെടൽ എന്താണ്, എത്ര വെള്ളം നനയ്ക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിനിയും ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫാം പ്ലാനിങ്ങും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വരേണ്ട കാലം എന്നോ കഴിഞ്ഞു. പക്ഷെ അതൊന്നും നമുക്കിവിടെ നടക്കുന്നില്ല. നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുറെ പണവും പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുറച്ച് തൊഴിലാളികളും പിന്നെ നമ്മളുടെ കുറച്ച് വിവാദവും, ഇതാണ് നമ്മൾ ആകപ്പാടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം. വിവാദമാണ്. അല്ലാതെ നമ്മൾ ഒരു സംവാദവും നടത്തുന്നില്ല, കൃഷി നടത്തുന്നില്ല, വ്യവസായമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറൊരു സാമൂഹ്യ സ്ഥിതിയാണ് നമ്മൾ. ഇതിന്റെ ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയിലാണ്. നമുക്ക് ഇപ്പൊ വയനാട് തന്നെ നമുക്ക് ടൂറിസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചൂരൽ മലയിലൊക്കെ എന്തെല്ലാം പ്രശ്നമുണ്ടായി. എന്നിട്ടും പുറത്ത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോയി വയനാട് വ്യാപകമായി വസ്തു വാങ്ങുന്നു. അവർ വ്യാപകമായി കെട്ടിടങ്ങൾ വയ്ക്കുന്നു. അങ്ങനെ ഒരു ഭൂമിശാസ്ത്രത്തിന് താങ്ങുന്നതിന് ഒരു പരിധിയില്ലേ? ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ. മനുഷ്യർക്കുള്ളതുപോലെ ഭൂമിക്ക് ഒരു ക്യാരിങ് കപ്പാസിറ്റി, ഒരു വാഹക ശേഷി ഉണ്ടല്ലോ. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ, അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ സ്വാഭാവികമായിട്ട് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ഒരു ലിമിറ്റിനപ്പുറം കഴിച്ചാൽ വയറിന് താങ്ങാൻ പറ്റും എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിളാണ്. വെള്ളം കുടിച്ചാലും എന്തായാലും. അപ്പൊ ഇത് വളരെ ലളിതമാണ് ഇതിന്റെ ഭൂമിശാസ്ത്രം. അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രദേശങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള വയനാട് പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറെ പണം പ്രഖ്യാപിക്കുന്നു, കുറച്ച് ആളുകൾക്ക് പൈസ കൊടുക്കുന്നു എന്നല്ലാതെ വളരെ കൃത്യമായ ഗവേഷണവും പഠനവും മലനിരകൾക്ക് വേണ്ടി നടക്കണം കേരളത്തിൽ. അതൊന്നും നടക്കുന്നില്ല. നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല. അതിന് പ്രയോറിറ്റി ഇല്ല. ഗവൺമെന്റിന് അതിന് പ്രയോറിറ്റി ഇല്ല. അത്തരം പ്രോജക്റ്റുകൾക്ക് പണം കിട്ടാറുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ വിഷയമാണ്, വളരെ വലിയ വിഷയമാണ്. പിന്നെ ഇത്
നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് കളക്ടറും ജില്ലാ സംവിധാനവും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ കുറെ എന്തുണ്ടാവും, കുറെ പിന്നെ റോഡ് ക്ലിയർ ചെയ്യും, കുറെ പരിഹാര മാർഗം വയ്ക്കും. അല്ലാതെ വളരെ ശാശ്വതമായി വയനാട് ജില്ല പോലുള്ള സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വളരെ ശാശ്വതമായിട്ടുള്ള ഒരു വളരെ ടെക്നിക്കലായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ആരും കൂടിയിരിക്കുന്നുമില്ല. ഒരിടത്തും ഒരു ചർച്ചയുമില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ ബദൽ സംവിധാനത്തിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ. ആ ഒരു പ്രവർത്തനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞതുപോലുള്ള ഈ ചുരത്തിന്റെ പോലെയുള്ള ഈ അശാസ്ത്രീയമായ നിർമ്മാണം അതൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏതൊക്കെ തരത്തിലാണ് ഇങ്ങനത്തെ ഒരു ഇപ്പോൾ നമുക്കറിയാം 2 ദിവസമായി തന്നെ ഈ ചുരം അടച്ചിടുമ്പോൾ അത് എത്രത്തോളം ആളുകളെ അത് ബാധിക്കും, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. കുറച്ചു കാലമായി തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ് വലിയ രീതിയിലുള്ള തിരക്കുണ്ട്, ചുരത്തിനുള്ളിൽ മണിക്കൂറുകളോളം കാത്തുകിടക്കണം എന്നൊക്കെയുള്ള നമ്മൾ കേൾക്കുന്നതുമാണ്. ഇതെല്ലാം ഇനി ഒരു ബദൽ സംവിധാനം വരികയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണം തന്നെയല്ലേ ആവശ്യം? അതിനകത്തുള്ളൊരു പ്രശ്നം നമ്മുടെ കേരളത്തിലെ ഇന്ത്യയുടെയൊക്കെ ഒരു പ്രശ്നം, ഒന്ന് എല്ലാ നിർമ്മാണത്തിലും അഴിമതിയുണ്ട്. അതില്ലാതെ ഒരു നിർമ്മാണം ഇവിടെ നടക്കാറില്ല. അത് വലിയൊരു വിഷയമാണ്. വിദേശ പല രാജ്യങ്ങളിലും ഉള്ളതിൽ നിന്ന് വലിയൊരു വ്യത്യാസമാണ്. അഴിമതി നടക്കുമ്പോൾ അതിന്റെ കോംപ്രമൈസ് ഉണ്ടാകുന്നത് വർക്കിലാണ്. അവിടെയാണ് വിഷയം. ഇപ്പൊ നെതർലാൻഡ്സിൽ നിന്നൊരു ടീം പണ്ട് വന്നപ്പോൾ എന്നെ കാണാൻ, ഞാൻ ഡയറക്ടർ ആയിരുന്നപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് 10 കോടി രൂപയുടെ പ്രോജക്റ്റ് വെച്ചാൽ 12 കോടി രൂപ എസ്റ്റിമേറ്റ് കാണിക്കും. 2 കോടി രൂപ അവർക്കറിയാം അത് മിസലേനിയസ് ചെലവെന്ന് പറഞ്ഞ് അഴിമതിക്കുള്ള പൈസയാണ്. അവരും അഴിമതിയൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ നമ്മളിവിടെ 10 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ 8 കോടിയുടെ കൊട്ടേഷൻ വിളിക്കും. അതിൽ 2 കോടി രൂപ നാട്ടുകാർ പിടിക്കും, 2 കോടി രൂപ പിന്നെ രാഷ്ട്രീയക്കാർ കൊണ്ടുപോകും, പിന്നെ കുറച്ച് രൂപ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ ലൈസൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോകും. പിന്നെ അമ്പലം കമ്മിറ്റി തൊട്ട് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ വരെയുള്ളവർ ചെറിയ ചെറിയ പൈസ ഈ കോൺട്രാക്ടറിൽ നിന്ന് മേടിക്കും. നമ്മുടെ പൊളിറ്റിക്സ് ഇവിടെ നിലനിൽക്കുന്നത് മദ്യ ലോബികളുടെയും, ലോബിയല്ല മദ്യപ്രവർത്തകരുടെയും, മദ്യം വിൽക്കുന്നവരുടെയും, ലോട്ടറിക്കാരുടെയും പിന്നെ കോൺട്രാക്ടർമാരുടെയും പൈസയാണ്. അപ്പോൾ കോൺട്രാക്ടർമാർക്ക് ഒരു 50% തുക പോലും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരതിന് വെള്ളം ചേർക്കും. അപ്പോൾ അത് വലിയ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, ടെക്നോളജി ഇല്ല നമ്മളതിൽ. ആ ടെക്നോളജി നമ്മൾ പലതും കൊണ്ടുവരുന്നില്ല. ഇതിനേക്കാൾ കിഴക്കാൻ തൂക്കായ റോഡുകൾ, ഇതിനേക്കാൾ അപകടം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ മനോഹരമായ റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയും ഉണ്ടാവും. പക്ഷെ അതൊരു 1000 വർഷം 500 വർഷത്തിനിടയ്ക്കൊക്കെ ചിലപ്പോൾ മൊത്തം വരുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവാറില്ല. അപ്പൊ നമുക്ക് ഇത് രണ്ടും നമ്മളിൽ ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, പിന്നെ വേറെ തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ റോഡ് പണിയാൻ പറ്റാത്തവരാണ് NH-നെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി വരുമ്പോൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ കപ്പാസിറ്റിയെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡാമൊക്കെ ഇടുക്കി ഡാമൊക്കെ കെട്ടിയതുപോലെ വിദേശത്തുള്ള ആരെങ്കിലും മറ്റു രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം. അല്ലാതെ നമ്മുടെ രാജ്യത്തുള്ള ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ അഴിമതിയുടെയും ഈ സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രശ്നമുണ്ട്. അത് രണ്ടും നമ്മൾ സാങ്കേതിക വിദ്യ പിന്നും പരിഹരിക്കാം. അഴിമതിയുടെ വിഷയം ഉണ്ടല്ലോ. നമ്മൾ സത്യമായി തന്നെ പോണ്ടേ. എല്ലാ പാർട്ടികൾക്കും പൈസ കൊടുക്കും, ഭരണകക്ഷിക്ക് കൂടുതൽ കൊടുക്കും, പ്രതിപക്ഷത്തിന് കുറച്ച് കൊടുക്കും, BJP-ക്കാണെങ്കിൽ കുറച്ച് കൊടുക്കും. കാര്യം അവർ ഭരണത്തിലില്ലല്ലോ, അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ളതുകൊണ്ട് അവർക്കും കൊടുക്കും. എല്ലാവരും വാങ്ങും. സകല ആളുകൾ ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായിട്ട് വരും. അപ്പൊ ഇതൊന്നും അങ്ങനെ ചാനലിൽ പറയുന്നതിന്റെ എനിക്ക് വിഷമമില്ല, ഞാൻ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ അതെല്ലാം വർക്കിൽ കോംപ്രമൈസ് ചെയ്യും. ആ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ആ കോംപ്രമൈസിൽ വലിയ പ്രശ്നമാണത്. അതിൽ എല്ലാവരും വലിയ ലോബികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ബദൽ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും സുതാര്യവുമായി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ. അതെങ്ങനെ കറക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.